ഹാനയും ഗ്യാരറ്റും തങ്ങളുടെ ഡെയിലി റൊട്ടേഷൻ പ്ലാൻ ചെയ്ത് ജസ്റ്റിനെ ഇംപ്രസ് ചെയ്യാനും ഗ്യാരറ്റിനെ പഠിപ്പിക്കാനും ഉള്ള പ്ലാൻ ഇടുന്നു. അടുത്ത ദിവസം ഇരുവരും ഒന്നിച്ച് ഇരുന്ന് ജസ്റ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കോളേജിൽ ഒരു കോസ്റ്റ്യൂം പാർട്ടി വരുന്നത്. അതോടെ അവർ പുതിയൊരു പ്ലാൻ സെറ്റ് ചെയ്യുന്നു. തുടർന്ന് സ്റ്റേഡിയത്തിൽ വെച്ച് ഹാന ഗ്യാരറ്റിന്റെ കോച്ചുമായി സംസാരിക്കുന്നു. അവിടെ വെച്ചാണ് ഗ്യാരറ്റിന്റെ അച്ഛൻ ഒരു ലെജൻഡറി ഹോക്കി പ്ലെയർ ആണെന്നും ആ പേര് നിലനിർത്താൻ ഗ്യാരറ്റിന് മേൽ എത്രയധികം പ്രഷർ ഉണ്ടെന്നും ഹാന തിരിച്ചറിയുന്നത്. ഇതിനിടയിൽ ജിമ്മിൽ വെച്ച് അവർ പെട്ടെന്ന് ഒരു കിസ് ചെയ്യുന്നു. എന്നാൽ ലോഗൻ അത് കണ്ട് സംശയിക്കുമ്പോൾ അതൊന്നും സീരിയസ് അല്ലെന്ന് വരുത്തി തീർക്കാൻ ലോഗനെയും ഹാന പെട്ടെന്ന് കിസ് ചെയ്യുന്നു. പാർട്ടിയിൽ വെച്ച് ഹാനയുടെ കോസ്റ്റ്യൂം കണ്ട് ഗ്യാരറ്റ് ഇംപ്രസ് ആവുന്നു. അതേസമയം ആലിയെ ഡീൻ ഇംപ്രസ് ആക്കാൻ നോക്കുന്നു. ജസ്റ്റിനെ ജലസ് ആക്കാൻ ഗ്യാരറ്റും ഹാനയും ചേർന്ന് ചിൽ ചെയ്ത് നടക്കുന്നു. അവിടുന്ന് റൂമിൽ എത്തി അവർ ബെഡിന്റെ സൈഡിലായി കിടക്കുന്നു. അവിടെ വെച്ച് ഗ്യാരറ്റ് അന്ന് ഹന്ന ഡാൻസ് ചെയ്യുന്നത് കണ്ടാണ് അവൻ അൻകൂൾ ആയ കാര്യമൊക്കെ പറയുന്നത്. പിന്നെ ഹന്നയുടെ സ്കോളർഷിപ്പ് കിട്ടാൻ ലിറിക്സ് ജസ്റ്റിന്റെ ഹെൽപ്പ് ചോദിക്കാൻ ഗ്യാരറ്റ് പറയുന്നു. പിന്നെ അവർ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. ഇടയ്ക്ക് വെച്ച് ഗ്യാരറ്റ് ഇറങ്ങി താഴെ കിടക്കുന്നു. പിറ്റേ ദിവസം ബസ്സിൽ വെച്ച് അവർ കാണുന്നു. അവിടെ ജസ്റ്റിൻ വന്ന് അവളുടെ അടുത്ത് ഇരിക്കുന്ന കണ്ട ഗ്യാരറ്റ് അവന്റെ ഫോക്കസ് മാറ്റി ഒരു മ്യൂസിക് കേട്ട് ഇരിക്കുന്നു. ഓഫ് ക്യാമ്പസിന്റെ അടുത്ത എപ്പിസോഡ് എക്സ്പ്ലനേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.